സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരം നമുക്ക് റെഡിയാക്കിയെടുക്കാം. എല്ലായിടത്തും നല്ല മഴയാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കോഴിമുട്ട, ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. ഇതിലേക്ക് ആവശ്യത്തിന് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കൂടരുത്. നമ്മൾ ഇത് എല്ലാം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇളക്കിയെടുക്കുന്നത് നല്ലത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടിപ്പോവുക. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുക്കി പൊരിക്കാൻ ആവശ്യമുള്ള ബ്രെഡ് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇനി മാവിൻ്റെ കൂട്ടുണ്ടല്ലോ, അതിലേക്ക് മുക്കി തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ഇത് അധികം സമയമൊന്നും ആവില്ല വെന്ത് വരാനായിട്ട്. നമ്മൾ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ നമ്മൾ ചട്ടുക കൊണ്ടൊന്ന് കോരി ഒഴിച്ച് കൊടുക്കണേ. ഇപ്പോൾ നല്ലപോലെ ഒന്നിങ്ങനെ വീർത്ത് വരും. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. നമ്മൾ മൈദ മാവിൻ്റെ കൂട്ട് റെഡിയാക്കിയാലേ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് 1 സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. കടയിൽ നിന്ന് ചില്ലുകൂട്ടിൽ നിന്ന് മേടിക്കുന്ന പലഹാരത്തിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ നമ്മുടെ ബ്രെഡ് പൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചായക്കടി ഇതല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണേ.